കുളിക്കാതെ എല്ലാരും കൂടി ബിഗ് ബോസ് താരമായി ഒരുപാട് പറയാറുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂര് വന്നിരിക്കുകയാണ്. തൃശ്ശൂര് നമുക്ക് ഒരു ജേഴ്സി പ്രകാശനം ഉണ്ട് സായിക്ക്. അപ്പൊ നമ്മളെല്ലാരും കൂടി ജേഴ്സി പ്രകാശനം ജേഴ്സി പ്രകാശിക്കും. അതാണ് ജേഴ്സി പ്രകാശനം. ഇപ്പൊ ചളി അടിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെയുള്ള ജേഴ്സി പ്രകാശനം അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോ ഇയാൾക്ക് കുറച്ച് ഓർമ്മകൾ കൈവർക്കി. തൃശ്ശൂര് ബസ് സ്റ്റാൻഡും ചായപ്പീടിയും പറഞ്ഞ ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ പീച്ച് ഡാമും ബസ് സ്റ്റാൻഡും ഒക്കെ കുറെ ഓർമ്മകൾ വന്നു. അപ്പൊ നമ്മളിപ്പോ അയാളുടെ ഓർമ്മകൾ പോട്ടെ, അയാളുടെ പഴയ തേപ്പ് കിട്ടിയ കഥയാണ് അയാൾ പറയുന്നത്. കണ്ടോ, സങ്കടായി, സെഡായി. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അപ്പൊ രാഗം തിയേറ്ററിന്റെ ബാക്കിൽ എലൈറ്റ് ഇന്റർനാഷണൽ പറഞ്ഞ ഹോട്ടലിലാണ് ജേഴ്സി പ്രകാശനം. അപ്പൊ സായിക്ക് വേണ്ടിയിട്ട് സായിന്റെ എന്തോ ആണ്, എനിക്ക് ശരിക്കും കറക്റ്റ് അറിയില്ല. അപ്പൊ സായി ഇട്ട ഡ്രസ്സ് ഇതാണ്, നിങ്ങളെല്ലാരും കണ്ടോ. എനിക്ക് ബാക്ക് സീക്രട്ട് ഏജന്റ് അന്ന് സിജോന്റെ കല്യാണത്തിന്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കൂടെ അഭിലാഷ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇനി പോട്ടെ, നമ്മളിനി പോയിട്ട് പരിപാടികൾ കയറാൻ പറ്റുമെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. പോയിട്ട് നോക്കിയിട്ട് നമുക്കിനി പരിപാടികൾ ഇനി നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ ഇറങ്ങിയത് ഒരു 10:30 ഇറങ്ങിയത്. എത്തിയത് ഇപ്പൊ 1 മണി കഴിഞ്ഞു. അപ്പൊ 2.5 മണിക്കൂറിന് കറക്റ്റ് എത്തി എന്തായാലും. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് എലൈറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ജിത്തുബായി പറഞ്ഞു ഇനി കുറച്ച് ബിയറും വൈനും അടിച്ചിട്ട് ഇനി ബാക്കി പരിപാടികൾ നടത്താന്ന്. അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് ഇനി നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സായി ഇറങ്ങിയിട്ടുണ്ട്. മാലക്കടട്ടെ അബി ഉണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് ജിത്തുബായി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ പോവാണ്. തന്നെയല്ലേ ഇപ്പം ഞാൻ കുറേ നേരമായിട്ട് പറയണത്. പിന്നെ കുളിക്കാതെ എല്ലാവരും കൂടി ഇത് സ്പ്രേ അടിക്കുന്നുണ്ട്. സ്പ്രേ എല്ലാം മറിയം തേക്കുന്നുണ്ട്. മറിയം, ഇതാണ് മറിയം. നമ്മൾ കാസർഗോഡ് നിന്ന് വാങ്ങിയ മറിയാണ്. ദുബായ് വേസ്റ്റ് സാധനമാണ്. കണ്ടോ, ഇയാൾ മുഖത്തും മേലൊക്കെ തേച്ചത് എല്ലാവരും നന്നായി നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ വീഡിയോയിലൊക്കെ കിട്ടൂടാ. സർവോപരി നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായ, എന്റെ പ്രിയ സുഹൃത്തായ മിസ്റ്റർ നമ്മുടെ ബിഗ് ബോസ് താരമായ ഒരുപാട് പറയാറുണ്ട് ആളെ കുറിച്ച്. ക്രിക്കറ്റ് പ്ലെയറായ, ഞങ്ങൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് 2-3 കളി. ഒരു കളി ഞങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട്. സായി കൃഷ്ണനെ ഞാൻ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്ന് പറയുന്നവിടെയാണ് പാഷൻ, അല്ലെ? പാഷൻ നിൽക്കുന്നവിടെ പ്രായമൊന്നും തടസ്സമല്ല. 10-60 വയസ്സായിട്ടും പാഷനിലൂടെ ക്രിക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന തൃശ്ശൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓർത്തോപെഡീഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ സിജു ഫ്രാൻസിസ്, അദ്ദേഹം ഒരു ബൊക്കെ നൽകി സായി കൃഷ്ണനെ. ജിനു പ്ലീസ് അക്കമ്പനി, ജിനു അക്കമ്പനി, സായി കൃഷ്ണനെ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സായി. താങ്ക് യു. ഒരു ഓപ്ഷന്റെ ടൈമിൽ വന്നിട്ട് എന്ത് പറയണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ബിക്കോസ് ഓപ്ഷനിൽ ഇരിക്കുന്നവരൊക്കെ മിക്കവാറും പലതും ചിന്തിച്ചിരിക്കുന്നവരാവും. സോ ഓൾറെഡി പ്രൊസീജിയേഴ്സ് ഗോയിങ് ഓൺ ആണ്. താങ്ക്സ് എ ലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവൈറ്റ് ചെയ്തതിന്. ക്രിക്കറ്റ് കൂടി ആയതുകൊണ്ട് പിന്നെ ഞാനിവരൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്, മാച്ചസ് ഒക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്, എല്ലാവരെയും അറിയുന്നതുമാണ്. സോ എന്താണെങ്കിലും ടൂർണമെന്റ് അടിപൊളിയായിട്ട് പോട്ടെ, എല്ലാവർക്കും പെർഫോം ചെയ്യാൻ പറ്റട്ടെ, കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി പോകുമ്പോൾ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. കളിക്കാൻ പറ്റില്ല, ഡോക്ടറാവാൻ പറ്റാത്ത അതിയായ സന്തോഷം ശ്രമിച്ചായിരുന്നു. ഞാനൊന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതാണെങ്കിലും ബെസ്റ്റ് ഓഫ് ലക്ക് എവരി വൺ. എല്ലാവരും നന്നായിട്ട് കളിച്ച് നല്ല പെർഫോം ചെയ്ത് അടിപൊളിയായിട്ട് പോകട്ടെ. താങ്ക് യു. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ പോലെ വ്യക്തിയെ വ്യക്തിത്വത്തെ നമുക്ക് KFP സീസൺ 6 നമുക്ക് ഒരു ഓപ്ഷനായി ലഭിച്ചേരും. ഇന്ന് അദ്ദേഹം Sai Krishnan to unveil the jersey first of all. The team honor. Then moving ahead, Beach Panthers, Dr. Siju Francis.
Of course, alright. Prospects House. I would. The trophy has been exposed. Look at that wave. This is glittering today. And I gotta tell you, this is a charming and rejuvenated moment for us. And it's been unveiled now. Thank you, Ma'am Sneha and Sai person. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകണം. എന്താ ബൊക്കെ അടിച്ച് മാറ്റി ഒരാൾ ഇത് അവിടെ കിടും. ആർക്കോ കൊടുക്കാൻ വേണ്ടിട്ട് ബൊക്കെ അടിച്ച് മാറ്റിയത്. വെരി സോറി. അപ്പൊ നമ്മള് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. ഞാനൊക്കെയാണ് ട്രോഫി അനാവരണം ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ തൃശ്ശൂരാണ്, പഴയൊരു ഹോട്ടലാട്ടോ, എലൈറ്റ് ഇന്റർനാഷണൽ ആണത്. നല്ല പക്ഷെ നല്ല വൈബുണ്ട്, പഴയതല്ലേ. എന്തായാലും ഇനി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ ഇനി നേരെ പോവാണ്. എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, നോക്കട്ടെ ഇനി എങ്ങോട്ടാ പോകുന്നത്. വെള്ളം പോണത് കണ്ടിട്ട് ജിത്തു ഭായി അതെ തുറന്നിറക്കണ വെള്ളം ഇന്നത്തെ കടക്കാം കൂടെ ആയപ്പോഴേ ഒരു നന്മ ചെയ്യുമ്പോ ഒന്ന് കടന്നുറങ്ങുമ്പോ ഒരു സുഖം. ഞാൻ എന്നും കിടന്നുറങ്ങുമ്പോ ഇന്ന് ചെയ്ത നന്മേനെ കുറിച്ച് ഇങ്ങനെ ഞാൻ എന്തായാലും പരിപാടി. അങ്ങനെ നമ്മള് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ കാണാൻ വേണ്ടി വന്നാണ്. കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട് ഇനോഗ്രേഷൻ ആയിട്ട്. അപ്പോൾ കോഴിക്കോടിലുള്ള ഹൈലൈറ്റ് മാൾ അല്ലാതെ നമ്മൾ തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ ചെറിയതാണല്ലോ നമ്മുടെ കോഴിക്കോട് അത്രല്ലേ ഇല്ല. എന്നിട്ട് തന്നിട്ട് ഇതിന്റെ നാളത്തെ ഹൈലൈറ്റ് ഇങ്ങനെ എന്താ നമ്മള് തൃശ്ശൂർ ഹൈലൈറ്റ് മാള്. നമ്മൾ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൽ വന്നിരിക്കണ്ടേ. കോഴിക്കോട് ഹൈലൈറ്റ് മാൾ അല്ലാതെ നമ്മുടെ ഇവിടെ എന്തൊക്കെയുള്ളത് കാണണ്ടേ. നമ്മൾ ജിത്തുബായിന്റെ ഹൈലൈറ്റ് മാൾ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടോ. അന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ. മസാജ് ചെയ്യണം. അപ്പൊ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണ് ഇന്നിവിടെ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മാൾ. ഹൈലൈറ്റ് മാളിൽ നിന്ന് നമ്മളൊരു ഫ്രൂട്ട് സലാഡ്, ചോക്ലേറ്റ് ഫ്രൂട്ട് സലാഡ് ഇവിടെ സബ്വേന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. വിശക്കുണ്ട് പറഞ്ഞിട്ട്. വിശപ്പ് മാറിയോ? നേരത്തെ 2 ചപ്പാത്തിയും ഇതല്ലേ കഴിച്ചത്, സാലഡ് കഴിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സാധനം ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞു തന്നത് സായികൃഷ്ണനാണ്. എന്താ പറയൂ, എന്താണ്? കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ കുടുംബശ്രീന്റെ ഔട്ട്ലെറ്റ് നമ്മുടെ മാളില്. 139 രൂപേന്റെ മൊയ്റ്റുമായിട്ട് വരും. 130 സ്ട്രോബെറി നിങ്ങൾ ഇന്നോട് പറഞ്ഞ സ്ട്രോബെറിയാണ്. സാധനത്തിന് വരുന്നതിനും ആ കായ ഉണ്ടാവുന്നത് നിങ്ങൾ ഇന്നോട് പറഞ്ഞെന്താ ലിച്ചി. നിങ്ങൾ ഇന്നോട് പറഞ്ഞെന്താ അറിയാം, സ്ട്രോബെറി കുടിച്ചിട്ടില്ല. ലിച്ചിയാണ് മനസ്സിലാവുന്നത്. ഞങ്ങള് 60 രൂപേന്റെ ഹാഫ് ലിറ്റർ മിനറൽ വാട്ടറെ കുടിക്കുള്ളൂ. എന്തത്? എന്റെ വീട്ടിലെ കിണറിലെ ഫുള്ള് ഷെഫ്സാണ്. നമ്മളത് മുക്കി അങ്ങനെ കുടിക്കുക രാവിലെ ആയ. അതാ എന്റെ സൗന്ദര്യത്തിന്റെ. രാവിലെ ഷെഫ്സ് തിളപ്പിച്ച വെള്ളം കുടിക്കും. അപ്പോ ഇന്നത്തെ ജേഴ്സി പ്രകാശനം ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മള് എന്നിട്ട് ഇപ്പോ ഫുഡൊക്കെ കഴിച്ചു. ചിക്കപ്പക്കുന്ന് ഒരു 2 റോസ്റ്റ് ഒക്കെ കഴിച്ചു. ചിക്കൻ പീസ് അതൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മള് ജിത്തുബായിനെയും അഭിലാഷിനൊക്കെ ഇറക്കി ഇനി നേരെ വീട്ടിൽ പോവാണ്. ഇനി ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ചെറുതായിട്ട് തലവേദനക്കുണ്ട്. തലവേദനക്കുണ്ടോ? എനിക്ക് തലവേദനക്കുണ്ട്. എനിക്ക് ചെറുതായി തലവേദനക്കുണ്ട്. ഇനി പോയിട്ടൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് എന്താ അറിയില്ല. അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്തായാലും. അപ്പോൾ ടാറ്റാ.